ഹലോ ഗൈസ്, അപ്പോൾ മീ ആൻഡ് മൈ കല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ സ്പെഷ്യലായിട്ട് ഇതാ ഈ സാധനം കേട്ടോ. ഇതിൻ്റെ പേരാണ് രോഹു. ഇതൊരു ഡാം ഫിഷാണ്. ഇവിടെ നമുക്ക് ഈ ഡാം ഫിഷും ഇത് കൂടാതെ കിട്ടുന്ന മീൻ ചെമ്മീനാണ്. അപ്പോൾ ഇത് ഞാൻ വന്ന സമയത്ത് ഞാൻ കട്ട്ല എന്ന് പറയുന്ന ഒരു മീൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനന്ന് വറുക്കുക ചെയ്തത്. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം സാധനമാണ്, കാണാനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിതാ കഴുകാൻ വേണ്ടി എടുത്തുട്ടോ. ഇത് നല്ല കൊഴുപ്പാട്ടോ. ശരിക്കും നമ്മുടെ അക്കൂറിയത്തിലുള്ള മീനിൻ്റെ വെള്ളത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ശരിക്കും ആ സ്മെല്ലാട്ടോ. അപ്പോൾ നല്ലോണം കൊഴുപ്പുണ്ടായിരുന്നു. പിന്നെ അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് തരാം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരതി എടുത്തുട്ടാം. കാരണം എത്ര കഴുകിയിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുക, സംതൃപ്തി വരില്ല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന്. കാരണം ഞാൻ ഒരുപാട് തവണ കഴുകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വറുക്കല്ലാതെ നമുക്ക് കറി വെച്ച് നോക്കാം. കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ അയിലയും മത്തി അതുപോലെ ചെമ്മീനും മാന്തയൊക്കെ കറി വയ്ക്കില്ലേ, അതേപോലെ തേങ്ങ അരച്ചിട്ട് നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. അപ്പോൾ എന്താ ടേസ്റ്റ് നമുക്കൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പീസ് എടുത്തിട്ട് അതിലിങ്ങനെ വട്ടത്തിൽ അവരിങ്ങനെ മുറിച്ചിരും കേട്ടോ. അങ്ങനെ വട്ടത്തിലുള്ള പീസ് ഞാൻ എന്ത് ചെയ്തു, വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു എന്താ പറയുക പീസൊക്കെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചു കൂട്ടാം. പിന്നെ വലിയ പീസാട്ടോ. കാരണം അപ്പോൾ ഞാൻ അങ്ങനെ കറിക്ക് വേണ്ടി ചെറുതാക്കി മുറിച്ചപ്പോൾ അത്യാവശ്യം നല്ല കട്ടിൻ്റെ ഈ മീനിനെ. പിന്നെ അത് മാത്രമല്ല നല്ല ഇറച്ചിയുള്ള മീനാണേ. എൻ്റെ കത്തിക്ക് അത്യാവശ്യം നല്ല മൂർച്ച കുറവുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല പെടാപാട് പെട്ടിട്ടുണ്ട് അത് മുറിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഇറച്ചിയുള്ള മീൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ മീനായിട്ടോ ഇത്. അപ്പോൾ പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം നല്ല എന്താ പറയുക, നല്ല മാംസമുള്ള ഐറ്റം മീനാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ മീൻ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള മീൻ നമുക്ക് ശരിക്കും മിസ് ചെയ്യട്ടെ. നമ്മുടെ അയില, മത്തി, അതേപോലെ തന്നെ മാന്ത. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തേങ്ങരച്ച് കറിയില്ലേ, മാന്തയൊക്കെ തേങ്ങരച്ച് കറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതാണ് ഞാനിപ്പോൾ ഇന്നത് തേങ്ങരച്ച് കറി വയ്ക്കാന്നുള്ള പ്ലാൻ ഇട്ടത്. കുറച്ച് തേങ്ങരച്ച് കറി വയ്ക്കുക ചെയ്യാൻ, കുറച്ച് വറുക്കാന്നുള്ള പ്ലാനിലുമാണ്. അങ്ങനെ ഞാനെന്ത് ചെയ്തു, തേങ്ങയൊക്കെ വേഗം എടുത്ത് സെറ്റാക്കി. പിന്നെ തേങ്ങ നമുക്ക് പൊട്ടിക്കാനുള്ള പ്ലേസല്ല സാധനമില്ല. കാരണം അത്യാവശ്യം വെയിറ്റുള്ള സാധനം വേണ്ടേ, അങ്ങനത്തെ സാധനം ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു എന്താ പറയുക കോർണറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് പൊട്ടിക്കാറ്. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ പൊട്ടിച്ചിട്ട് വേഗം അതൊക്കെ സെറ്റാക്കി തേങ്ങയൊക്കെ ചിരകി വെച്ചു കിട്ടാം. പിന്നെ ചില സമയത്ത് തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിങ്ങനെ മുറിച്ചും കണ്ട് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക കറക്കി എടുക്കും. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകിയത് കിട്ടുമല്ലോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ശരിക്കും ഈ ഒരു മീൻ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ ഇതൊക്കെ തിന്ന് മടുത്തിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ആലോചിക്കും ചിലപ്പോൾ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഇവർ ഈ മത്തി, അയില, മാന്ത, അതുപോലെ തന്നെ കൂന്തൾ, ചെമ്മീനൊക്കെ തിന്നാൽ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്ത് ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കറി വയ്ക്കുന്നതും അതേപോലെ തന്നെ വറുക്കുന്നതൊക്കെ. അയിലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈശ്വരൻ മീൻ കിട്ടാത്ത സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ റേറ്റ് മീൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മീനും കിട്ടില്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത്. പിന്നെ അത് മാത്രമല്ല, ചിക്കനോട് ഇത്രത്തോനെ ഇങ്ങനെ എന്താ പറയുക ഒരു തരം വേണ്ടായിക്കാ തോന്നൂലേ, അത് തോന്നിയത് ഇവിടെ വന്നിട്ട് കേട്ടോ. കാരണം ഡെയിലി പറഞ്ഞാൽ ഡെയിലി ഏകദേശമൊക്കെ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മടുക്കും. പിന്നെ ചിക്കനായിട്ട് കുറേ ബിരിയാണി വയ്ക്കും, നെയ്ച്ചോറ് വയ്ക്കും, പിന്നെന്താ ചിക്കൻ വരട്ടും, ചിക്കൻ കറി വയ്ക്കും. ഇതെന്നെ മാറി മാറി ചെയ്യുമ്പോഴൊരു ബോറടിയല്ലേ. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്ക്, ചെമ്മീനെങ്കിൽ ചെമ്മീൻ അതെങ്കിലും മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. കാരണം ചിക്കൻ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം അതൊക്കെ പൊരിക്കാൻ വേണ്ടി കുഴച്ചിട്ടു. നമ്മൾ നോർമലി കുഴക്കുന്ന പോലെ തന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നാരങ്ങയൊന്നും ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ ഒഴിച്ചില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ വേഗം കുഴച്ച് വെച്ചു. പിന്നെന്ത് ചെയ്തു, തേങ്ങയൊക്കെ ശരിക്കും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് വേഗം കറി വയ്ക്കാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് വിട്ടിട്ട് നമുക്ക് നിൽക്കുമ്പോഴാട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു വലിപ്പറിയെന്ന് അറിയില്ലേ ആ സംഭവം അറിയുന്നത്. കാരണം ഇവിടെ മാളിലൊക്കെ വന്നാൽ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും അതൊക്കെ നമുക്ക് തിന്നണേനും അതൊക്കെ നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇത്ര ദിവസം നമുക്കത് നല്ലപോലെ കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നാട് മിസ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ നാട്ടിലെ ഫുഡ് കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ നാട്ടിലെ ചായ കുടിക്കാൻ തോന്നും, നാട്ടിലെ ജ്യൂസ് കുടിക്കാൻ തോന്നും. സത്യം പറഞ്ഞൊരു ഫ്രഷ് ജ്യൂസ് പോലും ഇവിടെ നന്നായിട്ട് കിട്ടില്ല കേട്ടോ. ഇവിടെ എപ്പോഴും ഞാനിങ്ങനെ മാളിലൊക്കെ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ ഒരു ഫ്രഷ് ജ്യൂസ് പറഞ്ഞ സംഭവം. ഓറഞ്ച് ജ്യൂസൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ മാങ്ങ, അതുപോലെ പൈനാപ്പിൾ അങ്ങനത്തെ ഒന്നും കിട്ടില്ല കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലും ഇതിന് ഉള്ളോട്ടോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഏരിയത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ബട്ടർ ഇതൊന്നും കിട്ടില്ല കേട്ടോ. ഫ്രൂട്ടായിട്ട് കിട്ടും, പക്ഷേ അവരിങ്ങനെ ജ്യൂസ് അടിച്ച് നമ്മുടെ നാട്ടിലൊക്കെ തരില്ല, അതേപോലെ തരില്ല കേട്ടോ. ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ പോയിടത്തോളം ഞാനിപ്പോൾ കണ്ടിട്ടില്ല. അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാടാണ് ഏറ്റവും വലുതെന്ന്. അപ്പോൾ ഇവർക്കിപ്പോൾ വേറെ എവിടേക്കെങ്കിലും വന്ന് നിൽക്കുമ്പോൾ ഇവർക്കും തോന്നുന്നുണ്ടാവും കേട്ടോ, ഞങ്ങളുടെ നാടാണ് വലുതെന്ന്. പറയാൻ പറ്റില്ലല്ലോ നമുക്ക്.
അങ്ങനെ മീനൊക്കെ എന്ത് ചെയ്തു വറക്കാനൊക്കെ സെറ്റാക്കി കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ വേഗം എന്ത് ചെയ്തു അരിയൊക്കെ എടുത്തിട്ട് കുക്കറിലിട്ടിട്ടോ. ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് അരി വെക്കാറ്, കാരണം അത്യാവശ്യം വേവുള്ള അരിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ചോറ് വെക്കാൻ പറ്റിയൊരു പാത്രം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ വേവുള്ള അരി ആകുമ്പോൾ നമുക്ക് ഗ്യാസിലല്ലേ നമ്മൾ കുക്ക് ചെയ്യുക, അപ്പോൾ പിന്നെ ഒരുപാട് ഗ്യാസിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുക്കറിലാണ് വയ്ക്കുക. കുക്കറിൽ ഒരു 4 വിസിലടുപ്പിച്ചാൽ തന്നെ ഈ അരി വേവാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, കാരണം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചോറൊന്ന് കൊഴുപ്പ് പോലെ ആവുമല്ലോ. പിന്നെ അത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ഊറ്റിയെടുക്കുകയൊക്കെ വേണം. അപ്പോൾ രണ്ടാം പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചോറ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ വേഗം കഴിയും, ആ സംഭവം വേഗം കഴിയും കുക്കറിലാവുമ്പം. അങ്ങനെ എന്ത് ചെയ്തു, അരിയൊക്കെ ഞാൻ കഴുകിയിട്ടു. അപ്പോൾ കല്യാണി അവിടെ കൂട് നടക്കുന്നുണ്ട് കേട്ടോ. കല്യാണിക്ക് സത്യം പറഞ്ഞാൽ ചിക്കനേക്കാളും ഇഷ്ടം മീനാണ്. മീൻ ലവറാണ് അവൾ. കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും 2-3 ഐറ്റം മീൻ ഉണ്ടാവും. ഏട്ടൻ്റെ വീട്ടിലൊക്കെ 2-3 ഐറ്റം മീൻ എപ്പോഴും ഉണ്ടാവും. കാരണം ഏട്ടൻ്റെ വീട്ടിലെ ഏട്ടനും ഏട്ടൻ്റെ അച്ഛനും ഒക്കെ മീനിൻ്റെ ആൾക്കാരാണ്. ഏട്ടൻ പിന്നെ ചിക്കനും അതൊക്കെ കഴിക്കും, പക്ഷേ അച്ഛന് കുറച്ചും കൂടി മീനാട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇപ്പോൾ 2 ഐറ്റം മീനൊക്കെ എന്തായാലും ഒരു ദിവസങ്ങളിൽ ഉണ്ടാവും. ഒന്നെങ്കിൽ അയില അല്ലെങ്കിൽ മാന്തയായിട്ടൊക്കെ അങ്ങനെ എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, എന്നും മീൻകാരൻ വരും ചെയ്യും. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകണം മീനൊക്കെ മേടിക്കണമെങ്കിൽ. പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. ഏട്ടൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഡെയിലി മീൻകാരൻ വരും കേട്ടോ, ഒരു ആപ്പയിൽ. അപ്പോൾ ഒരുപാട് മീനുണ്ടാവും. അപ്പോൾ അച്ഛൻ എന്തായാലും ഒരു 2 ഐറ്റം മീനെങ്കിലും എന്നും മേടിക്കും. ഒന്നെങ്കിൽ അയിലയായിട്ട്, അല്ലെങ്കിൽ ചെമ്മീനായിട്ട്, കൂന്തലായിട്ട്, അങ്ങനെ ഒന്നെങ്കിൽ ഒരു മീൻ കറി വെച്ചത്, ഒരു മീൻ വറുത്തത്, അങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് കാരണം അവൾക്കും മീൻ ഭയങ്കര ഇഷ്ടമാണ്. അവളും കുഞ്ഞിലേ മുതൽ നമ്മൾ ചോറൂണ് കഴിഞ്ഞ സമയത്ത് തന്നെ അവൾക്ക് എല്ലാ മീനും കൊടുത്തിട്ട് ഞങ്ങൾ ശീലിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അവൾക്ക് നല്ല ഇഷ്ടമാണ് മീൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർക്കായാലും ഏട്ടൻ്റെ വീട്ടുകാർക്കായാലും എല്ലാവരും പറയുമായിരുന്നു, അയ്യോ എൻ്റെ കുട്ടി മീനൊന്നും കൂട്ടാതെ എങ്ങനെയാണ് അവിടെ നിൽക്കുക. കാരണം ഒരു അയില അടിച്ച്, അതേപോലെ തന്നെ അങ്ങനെ ഒരു അയില ഇട്ട് അവൾക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും അയില കഴിക്കണം എന്ന് പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങ പൊട്ടിക്കാൻ കുറച്ച് ടാസ്ക് ആണെന്ന്. ഇത് കണ്ടില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് തേങ്ങ പൊട്ടിക്കാറ് കേട്ടോ. പക്ഷേ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുമ്പോഴൊരു പ്രശ്നം എന്താ പറയുക, ഇത് പല ഷേപ്പിലാണ് മുറിഞ്ഞ് കിട്ടുക. അപ്പോൾ പിന്നെ നമുക്ക് ചിരവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിരവാന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എങ്ങനത്തെ അറിയോ, എൻ്റെ അച്ഛൻ നാപ്റ്റോളിൽ നിന്ന് അങ്ങനെ ഒരു പരസ്യം കണ്ടിട്ട് ഒരു ചിരവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചിരവയായിട്ട് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ് അത് ഇങ്ങനെ ചിരവാൻ. പിന്നെ വേറെ എന്താ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്, കാരണം അത്യാവശ്യം വെയിറ്റുള്ള സാധനം എടുത്ത് പൊട്ടിക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മുതലും ഞാൻ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് കണ്ടതേ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കഷ്ണാക്കിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും, അത് ചിരവാൻ നിൽക്കില്ല. പിന്നെ വേഗം കറി സെറ്റാക്കാമെന്ന് വെച്ചിട്ട് തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞ് കറിയൊക്കെ ശരിയാക്കിയിട്ട്, ഞാൻ എപ്പോഴും കറി വയ്ക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഉടയ്ക്കൂട്ടാ. അതാര് ചെയ്ത് കണ്ടിട്ടാന്ന് വെച്ചാൽ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അമ്മ കറി വയ്ക്കുമ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ പിഴിയും തോന്നുന്നുണ്ട്. അതേപോലെ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മായി അങ്ങനെ ചെയ്യും കേട്ടോ എപ്പോഴും. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ജീരകം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തേങ്ങ അരച്ച് കറി വയ്ക്കാനൊന്നും നിൽക്കില്ല. കാരണം എല്ലാ ഐറ്റംസും ഇല്ലാതെ എനിക്കൊരു സംഭവം ഉണ്ടാക്കി വലിയ ഇഷ്ടമുള്ള കേസൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജീരകമൊക്കെ ഉള്ള സ്ഥിതിക്കാണ് തേങ്ങ അരച്ച് കറി വെച്ചാലോ എന്നുള്ളൊരു മൈൻഡ് വന്നത്. ഇനി അടുത്ത തവണ ഈ മീൻ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മീൻ കിട്ടുമ്പോൾ നമുക്ക് മുളകിട്ടൊന്ന് കറി വെച്ച് നോക്കണം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നമ്മളെല്ലാ ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഏതാ ടേസ്റ്റ് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ ഈ മീൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ, എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കാരണം ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ഹോട്ടലിലായാലും അതേപോലെ മാളിലായാലും മീനിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും മാളിലൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ KFC അല്ലെങ്കിൽ മോമോസ് അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ. പിന്നെ ഫ്രൈഡ് റൈസിലൊക്കെ ചെമ്മീൻ കാണാം കേട്ടോ, അങ്ങനെ മിക്സ്ഡ് ഫ്രൈഡ് റൈസിലൊക്കെ ചെമ്മീൻ കാണാം. അല്ലാതെ ഈ മീൻ ഇങ്ങനത്തെ മീനൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനി ഇവരൊക്കെ എങ്ങനെ കറി വയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം ഇനി എന്തായാലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു മീനിൻ്റെ എന്തെങ്കിലും റെസിപ്പി കണ്ടാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചിക്കനിലൊക്കെ ഇവർ കൂടുതലും മസാല ഇട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെയാണ് ഇവർ മസാലയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഞാനെന്ത് ചെയ്തു, കറിയൊക്കെ സെറ്റാക്കി കറിയൊക്കെ കൂട്ടി അതിലേക്ക് മീനൊക്കെ ഇട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനെന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് പറഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ കുനുകുനാന്നരിഞ്ഞിട്ട് നമ്മളെ വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചിട്ട് വറവൊക്കെ ഇട്ടു. ശരിക്കും നമ്മുടെ അയില തേങ്ങ അരച്ച് കറി വയ്ക്കുക, അതുപോലെ മാന്തൽ തേങ്ങ അരച്ച് കറി വെച്ചാൽ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചൊയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ഒരു ടെൻഷൻ എന്തെങ്കിലും ചൊയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതായാലും പറയാൻ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു മീൻ പൊരിച്ചത് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എന്താ പറയാൻ പറഞ്ഞില്ല, നല്ല ഇറച്ചിയുള്ള മീൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ മീനായിരുന്നു. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ, മീനൊക്കെ നേരെ വറുത്ത് കഴിഞ്ഞ് വേഗം ചോറൊക്കെ വിളമ്പി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.